നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിയാസ് പി ടോക്കിലേക്ക് സ്വാഗതം. സുഗന്ധങ്ങൾ നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പെർഫ്യൂം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. പല നിറങ്ങളിൽ, പല മണങ്ങളിൽ, പല ബ്രാൻഡുകളിൽ പെർഫ്യൂം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. ഇന്ന് റിയാസ് ബി ടോക്കിൽ ഒരു പ്രത്യേക ബ്രാൻഡ്, നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ബ്രാൻഡ് പെർഫ്യൂമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ ഇവിടെ നമ്മൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ശ്രീ റിയാസ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. താങ്ക് യു സന്ധ്യ. എന്താണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഏത് ബ്രാൻഡ് പെർഫ്യൂമാണ്? തീർച്ചയായിട്ടും ഇന്ന് ഷനൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഷനൽ ശരിക്കും ഫ്രഞ്ച് ബ്രാൻഡാണ്. ഫ്രാൻസിലാണ്, പാരീസിലാണ് ഇതിൻ്റെ ഉദയം. ഈ പെർഫ്യൂമിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതിൽ വലിയ ചരിത്രമാണ്. ഹിസ്റ്ററി മീൻസ് 100 വർഷം കഴിഞ്ഞ ഒരു ഹിസ്റ്ററി ഈ ഷനൽ എന്ന് പറയുന്ന ഈ ബ്രാൻഡിനുണ്ട്, ഈ ഫ്രാഗ്രൻസിനുണ്ട്. ഷനൽ ബ്രാൻഡിൽ ധാരാളം പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ബാഗ്സ്, വാലറ്റ്, അതുപോലെ ഡ്രസ്സുകളാണ് അവരുടെ മെയിൻ ഐക്കൺ. ജ്വല്ലറി, ഒത്തിരി ലേഡീസാണ് ഇവരുടെ മെയിൻ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതാണ് ഷനൽ 5 എന്നാണ്, നമ്പർ 5 എന്നാണ് ഷനൽ നമ്പർ 5. ഇത് നമ്മുടെ ചാനലിന്റെ പേരും ഇതുപോലെ തന്നെ ചാനൽ 5+ എന്നാണ്. രണ്ടും ഒരു സിമിലാരിറ്റി തോന്നിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ചാനൽ എന്ന് പറയും, ഇത് ഷനൽ എന്ന് പറയും. ഓക്കെ, എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്? എന്ത് പ്രത്യേകതയാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 100 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട്. 1921 21. ഹിസ്റ്ററി മീൻസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട് ഇതിന്, അതേപോലെ എക്കണോമിക്കൽ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇതൊരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ് ഈ ഷനൽ, ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കൊക്കോ ഷാനൽ. അവരുടെ നേരത്തെ പേര് ഗബ്രിയൽ ഷാനൽ എന്നായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഓർഫനിലാണ് വളർന്നത്. അമ്മ മരിച്ചു. അമ്മ ശരിക്കും ഒരു ലോണ്ടറി ഗേളായിരുന്നു. തുണി അലക്കിയിട്ടൊക്കെ ആയിരുന്നു ജീവിതം നയിച്ചിരുന്നത്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ 13ാമത്തെ വയസ്സിൽ തന്നെ അവർ ഓർഫനായിട്ട് ഒരു ഓർഫനേജിലാണ് വളർന്നത്. ആ സമയത്ത് അവരുടെ അച്ഛനും അവരെ ഒഴിവാക്കി. അങ്ങനെ 10 വർഷത്തോളം അവർ ഈ ഓർഫനിൽ വളർന്ന സമയത്ത് അവർ ടൈലറിങ് പഠിച്ചു. ടൈലറിങ്, നിറ്റിങ്, ഈ തൊപ്പി, തുന്നൽ, നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ യൂറോപ്പിൽ വളരെ ഫേമസ് ആണ്. കാര്യം അവിടെ തണുപ്പ് രാജ്യങ്ങളാണല്ലോ. അപ്പോൾ അവർക്ക് ഈ കുറച്ചും കൂടെ ഈ കമ്പിളി വസ്ത്രങ്ങൾ നന്നായിട്ട് വേണം, ഹാറ്റും വേണം, കാര്യം പ്രൊട്ടക്ഷൻ വേണ്ടതല്ല. അവിടെയാണ് അവരുടെ ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഓർഫൻ ലൈഫ് ശരിക്കും അവർ യൂസ് ചെയ്തു. ഈ ഓർഫൻ ലൈഫ് ശരിക്കും അവർക്കൊരു അനുഗ്രഹമാവുകയാണ് ചെയ്തത്. ഈ ഒരു പുതിയ പഠനം, ഒരു എൻ്റർപ്രണർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അവരുടെ കുട്ടിക്കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ത്യാഗപൂർണമായ സ്ട്രഗിൾഡ് ലൈഫായിരുന്നു ഈ കൊക്കോ ഷാനൽ എന്ന് പറയുന്ന ഈ ഷാനൽ. ഇന്ന് $multi-billion ആസ്തിയുള്ള കമ്പനിയാണ് ശരിക്കും. നമ്മൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ പറയുമ്പോൾ ഷനൽ എന്ന് പറയുന്ന വലിയ ബ്രാൻഡാണ്. നമ്മൾ ബ്രാൻഡുകൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കും, പക്ഷേ നമുക്ക് ആ ബ്രാൻഡിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി നമ്മൾ അത്രത്തോളം പഠിച്ചോളുന്നില്ല. അപ്പോൾ ഈ നിറ്റിംഗ് ഒക്കെ പഠിച്ചു. അവർ 18 വയസ്സായപ്പോൾ ഇവർക്ക് ഈ ഓർഫൻ ലൈഫ് ഭയങ്കര ഇറിറ്റേറ്റിംഗ്. എല്ലാ ഓർഫൻസിനും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഓർഫനേജുകളൊക്കെ. ഈ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയില്ലല്ലോ, അവരുടെ കഷ്ടപ്പാട്, അവരുടെ രക്ഷിതാക്കളില്ല. അവരെ ഈ ഓർഫൻ ലൈഫ് അവരെ അതിഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു. അപ്പോൾ അവർ പുറത്ത് ചാടണം എന്നുള്ള ത്വര വന്നു. അങ്ങനെ അവിടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി അവർ പുറത്തിറങ്ങി. തൊട്ടടുത്ത് അവർ ചെയ്തത് ഈ കഫേകളിൽ സിംഗിങ് ആണ്, പാട്ട്. 18ാമത്തെ വയസ്സിലാണ്. 18ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഓർഫനേജിൽ പോയി. 18ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി ഈ കഫേകളിൽ ഇറങ്ങി പാട്ട് പാടി. പാട്ടിൽ അത്ര ടാലൻറ്റഡ് ഒന്നും അല്ല, ഒരു നോർമൽ പാട്ടുകാരി. അങ്ങനെ ഇതും അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയി. ഈ കഫേകളിലുള്ള പാട്ട്, സംഗീതം എന്ന് പറയുന്നത് ചെറിയ ഡാൻസും സംഗീതമൊക്കെ ഉള്ള വലിയ, അവിടെ വരുന്നത് വലിയ ആളുകളാണ്. മീൻസ് റിച്ചസ്റ്റ് പേഴ്സൺസാണ് വരുന്നത്. അവരായിട്ടുള്ള മിംഗ്ലിങ്. ഇതിൽ നിന്ന് അവർക്ക് കിട്ടിയ ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ അവരുടെ വേഷവിധാനങ്ങൾ, എലീറ്റ് ക്ലാസ്സുകളല്ലേ വരുന്നത്. അവരുടെ കോസ്മോപൊളിറ്റൻ ഡ്രസ്സുകൾ, അവരുടെ ജ്വല്ലറികൾ, അവരുടെ ഹാറ്റുകൾ, പിന്നെ അവരുടെ വേഷവിധാനങ്ങൾ, ആചാരമര്യാദകൾ, അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവർക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടി. അവർ നോർമലി ഗായികയാണ്, നമുക്കറിയാമല്ലോ. ഗായികയാവുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കും. അവരൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഈ ജനങ്ങളുടെ ഈ അറ്റാച്ച്മെൻറ്റ് അവർക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടി. ഇവരെങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, ഇവരെ എങ്ങനെയാണ് പെരുമാറുന്നത്, അവർക്ക് എന്താണ് ലാക്കിങ്.
അന്ന് അവർ ലക്ഷറി ഡ്രസ്സുകളായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇവർക്ക് ടൈലറിങ് അറിയാം, നിറ്റിങ് അറിയാം. ഇവരാദ്യം ചെയ്തത് ഹാറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ചെറിയൊരു സ്റ്റോർ തുടങ്ങി. ചെറിയ ഒരു സ്റ്റോർ തുടങ്ങിയിട്ട് അതിൽ ഈ തൊപ്പി, നമ്മുടെ ഹാറ്റുകൾ, നിറ്റിങ് ഹാറ്റുകൾ തുന്നി വിൽക്കുന്ന ചെറിയ ഒരു കട തുടങ്ങി. ആ സമയത്ത് അവർ കെപ്പൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം സമ്പന്നനാണ്. ഈ കഫേ എന്നാണ് ഈ പരിചയമുള്ളത്. അവർ പാർട്ട്ണറായി, കെപ്പലുമായിട്ട് പാർട്ട്ണറായി. അവർ നല്ല സമ്പന്നനാണ്. അപ്പോൾ അവർക്ക് ഈ ഷോറൂമിൽ തുടങ്ങാനുള്ള കാശെല്ലാം ഇവരാണ് കൊടുക്കുന്നത്. അവർ ജീവിതം ഒന്നിച്ചുള്ള ജീവിതമാണ്. ഈ സമയത്ത് അവർ ചെറിയൊരു സ്റ്റോറ്, അവരുടെ വീട്ടിൽ ചെന്ന് നിറ്റ് ചെയ്തിരുന്ന ക്യാപ്പുകൾ ഈ സ്റ്റോറിൽ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി. ഏർലി ഏജിലാണ്. ഈ സമയത്ത് അവർക്കൊരു ഒത്തിരി സ്ട്രഗിളുകളുണ്ട്. ഇവർക്ക് ഈ ഒരു മാർക്കറ്റിംഗ് ശരിക്കും അറിയില്ല, എന്താണ് വിൽക്കേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകളൊക്കെ ചെയ്യുന്നതാണ് അവരൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ ബൊട്ടീക്ക് എന്ന് തന്നെ പറയാം. ഏതൊരു ഫാഷൻ്റെയും ഉത്ഭവം ഒരു ബൊട്ടീക്കായിരിക്കും. അവർ ടാലൻറ്റഡ് ആയിരിക്കും. നല്ല കഴിവുള്ള സ്ത്രീകളൊക്കെ ബൊട്ടീക്ക് ധാരാളമായിട്ട് തുടങ്ങുന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ് സ്വന്തമായിട്ട് നെയ്തെടുക്കാനും അതുകൊണ്ട് പ്രദർശിപ്പിക്കാനും ഒക്കെ. ഇതേ പണി തന്നെയാണ് ഷാനലും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ലൈഫ് തന്നെയായിരുന്നല്ലേ. ഇത്ര ചെറുപ്രായത്തിൽ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു ഓർഫനേജിലൊക്കെ ജീവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ടും അവർ ആ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുത്ത് ഇങ്ങനെ ഏത് സമയത്താണ് വീണ്ടും ഈ ഒരു ഫ്രാഗ്രൻസിലേക്ക് തിരിഞ്ഞത്? നമ്മൾ കേട്ട ഒരു ബൊട്ടീക്ക് കിട്ടുന്നതാണ്. അത് ഈ ഒരു ഫ്രാഗ്രൻസിലേക്ക് തിരിയാനുണ്ടായ ഒരു സമയം ഏതാണ്? ഒരു ഫാഷൻ ഹൗസ് ആകുമ്പോൾ അതിൽ ഒത്തിരി പ്രൊഡക്റ്റുകൾ വേണം. പ്രൊഡക്റ്റിൻ്റെ ലാർജ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് വേണം, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ്സ് വേണം. അപ്പോഴേ നമുക്കതൊരു ഫാഷൻ ഹൗസ് എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ അവർ ചെയ്ത ഒരു ഐഡിയ എന്ന് പറയുന്നത് നല്ല ഒരു ഫ്രാഗ്രൻസിറെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാകുന്നത് അതിൻ്റെ സെൻസുള്ള ആളുകളാണ് ഈ ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്ന് ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫ്രാഗ്രൻസറെ ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ കൊക്കോ ഷാനൽ ചെയ്ത പണി. അവർ ശരിക്കും റഷ്യൻ ഒരു ഫ്രാഗ്രൻസിലാണ് അവിടെ വന്നത്. അന്ന് ഞാൻ പൊളിറ്റിക്സ് ഉണ്ടെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത്. അല്ല, ഞാൻ ചിന്തിക്കുകയും ചെയ്തു ഫ്രാഗ്രൻസിൽ എന്ത് പൊളിറ്റിക്സ്. അതാണ്. ഈ സമയത്ത് റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യക്കാരനെ ഇദ്ദേഹം അവിടെ നിൽക്കാൻ വയ്യാതെ ഇങ്ങനെ പാരീസിൽ വന്നു. അങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത്. അദ്ദേഹം നല്ലൊരു ഫ്രാഗ്രൻസർ ആയിരുന്നു. അപ്പോൾ ഈ ഷാനലിനും ഇത്ര ഫ്രാഗ്രൻസിനെ കുറിച്ച് അത്ര ഐഡിയ ഇല്ല. അപ്പോൾ ഷാനൽ അവരോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഫ്രാഗ്രൻസ് വേണം. അതുവരെയുള്ള ഫ്രാഗ്രൻസിൻ്റെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ഫ്ലവർ, മീൻസ് റോസ്, അതുപോലെ ലില്ലി, ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ, ജാസ്മിൻ, ഒരു ഇൻഡിവിജ്വൽ ഫ്രാഗ്രൻസ് ആയിരുന്നു. നമുക്ക് വാനില എന്ന് പറഞ്ഞാൽ വാനിലയുടെ ഒരു സ്മെല്ല് നമുക്കറിയാം, ജാസ്മിൻ്റെ സ്മെല്ല് അറിയാം, റോസിൻ്റെ സ്മെല്ല് അറിയാം. ഡിഫറെൻറ്റ് പെറ്റൽസ് ഓഫ് റോസസ് ഉണ്ട്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് ചെറിയ ലൈറ്റ് വേരിയേഷൻസ് ഓഫ് സ്മെല്ലാണ് ഉണ്ടാവുക. പക്ഷേ ഇവർ ആദ്യമായിട്ട് ചെയ്ത് ഒരു കൊളാഷ് ഓഫ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ലോകത്തിനുണ്ടായ ഒരു വലിയ വിപ്ലവം ഇതിലുണ്ടാക്കിയത്. അത് ശരി, അന്ന് വരെ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് അല്ലേ? ഓക്കെ. ഇവർ ഈ ഷാനൽ അതിനെ കുറിച്ച് പറയുന്നത്, ഐ വാണ്ട് എ ഗേൾ, എ ലേഡി സ്മെൽ ലൈക്ക് എ ഗേൾ. ഒരു ഫ്ലവറിൻ്റെ സ്മെല്ലല്ല എനിക്ക് വേണ്ടത്. തീർച്ചയായും. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് എനിക്ക് വേണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 5 പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നിൽ വെച്ചു. അങ്ങനെ ഇവർ അതിൽ നിന്ന് 5ാമത്തെ ചൂസ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഈ നമ്പർ 5. ഇതിൻ്റെ മുകളിൽ ഒരു നമ്പർ 5 വരുന്നത്. 1921 ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. 1921 നമുക്ക് 100 വർഷം കഴിഞ്ഞു. 103ാമത്തെ വർഷമാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് ശരിക്കും ഓൾഡ് ക്ലാസ്, ഒരു ഓൾഡ് സ്കൂൾ സ്മെല്ലാണ്. ബ്യൂട്ടിഫുൾ സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. കറക്റ്റാണ്. ആ ഒരു വുമൺ ബേസ്ഡ് ആണ് അതിൻ്റെ. 100 വർഷം കഴിഞ്ഞു. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട, ഓരോ 5 സെക്കൻഡിലും ഒരു ഷാനൽ 5 വിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഇവര് ഇതിൽ അത്രയ്ക്ക് ജനങ്ങള് അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. സ്ത്രീജനങ്ങൾ അവർ ഈ ശരിക്കും ഷാനൽ ഒരു ലേഡീസ് ബ്രാൻഡാണ്, സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ നോർമലി അവർക്ക് സ്ത്രീകൾക്കും പുരുഷൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വേരിയേഷൻസ് ഉണ്ട്. സ്മെൽ ടേസ്റ്റുകൾ വ്യത്യാസം ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഒരു സിഗ്നേച്ചർ, ഇന്ന് സിഗ്നേച്ചർ ഫ്രാഗ്രൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. നല്ല അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം. സിഗ്നേച്ചറാണ്, ഒരു സ്മെല്ലല്ല നമുക്ക് വേണ്ടത്. അതിൽ എന്തെല്ലാം ഫസ്റ്റ് നോട്ട്, സെക്കൻഡ് നോട്ട്, തേർഡ് നോട്ട്, ഫൈനൽ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നോട്ട്സ് വർക്ക് ചെയ്യുമ്പോഴാണ് അതൊരു സിഗ്നേച്ചർ ഫ്രാഗ്രൻസ് ആകുന്നത്. ഇന്ന് ശരിക്കും ഒരു സിംഗിൾ ഫ്രാഗ്രൻസിൽ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഫ്രാഗ്രൻസിൻ്റെ കൊളാഷൻ ഉണ്ടാവും. അത്രയും എലീറ്റായിട്ടുള്ള ലക്ഷറി ഫ്രാഗ്രൻസിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷറി ഫ്രാഗ്രൻസ് ആണ് ഷാനലിൻ്റെ.
അവർ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് ഏണസ്റ്റ് ബ്യോ ആണ് റഷ്യയിൽ നിന്ന് അവർ വന്നു, അവരിങ്ങനെ ഫ്രാഗ്രൻസ് ചെയ്തു വെച്ചു. ശരിക്കും ഈ 5th ഫ്രാഗ്രൻസ് അവർ ഒരു ഇൻഗ്രീഡിയൻ്റ് അതിൽ കൂടുതലായിരുന്നു. അത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞില്ലേ, ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ചില മിസ്റ്റേക്കുകളല്ലോ, ആ മിസ്റ്റേക്കാണ് ഇവർക്ക് പോസിറ്റീവായി യുണീക്കായി വന്നത്. അന്ന് ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് ഇവർ ചെയ്യുക. ഇത് മീൻസ് ഇതിൻ്റെ ക്രീം, ഇതിൻ്റെ എസെൻസ് ആണ് വർക്ക് ചെയ്യുക. എസെൻസ് അവർ ചെയ്തു. എസെൻസ് ചെയ്തിട്ട് ഇവർ ചെയ്ത് 10 ബോട്ടിലാണ് അന്ന് 100 ബോട്ടിലോളമാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. ഇത് അവർ റെസ്റ്റോറൻറ്റ്, ഇവർ എലിറ്റ് ക്ലാസ് വരുന്ന റെസ്റ്റോറൻറ്റിലാണല്ലോ ഇവർ ഡാൻസ് ഇത് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്, മോർണിംഗിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ പോകുന്ന ആളുകൾക്ക് ഇത് ഇവർ സ്മെല്ല് ചെയ്യിക്കും ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ. മാർക്കറ്റിംഗ് ഏതൊരു പ്രൊഡക്റ്റിന്റെയും പിന്നിൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് ക്ലാസ്സിന് മാർക്കറ്റ് ചെയ്യാൻ കിട്ടി എന്നുള്ളതാണ്. അവിടെയുള്ള സ്ത്രീകൾ അത് വളരെ ഭംഗിയായിട്ട് അത് അമേസിങ്, സംതിങ് ഡിഫറെൻറ്റ് അത് ഇങ്ങനെ മൗത്ത് ടു മൗത്ത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും. അവരെ ബൊട്ടീക്കിനെ കുറിച്ച് പറയും, അന്നേരം ഈ ഫ്രാഗ്രൻസിനെ അവർ പരിചയപ്പെടുത്തും. അത് വേൾഡിൽ അങ്ങോട്ട് ഹിറ്റായി. അതിഭയങ്കരമായ ഹിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ 5 സെക്കൻഡിലും ഇന്നൊരു ഷാനൽ 5 വിറ്റ് പോകുന്നുണ്ട്. അത് ഹിറ്റായെന്ന് വെച്ചാൽ ആ ക്ലാസ്സിലുള്ള മെർലി മെൻട്രോ എന്ന് പറയുന്ന ആക്ട്രസ് അവരെയൊക്കെ പരസ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഓരോ ബ്രാൻഡും അങ്ങനെയാണല്ലോ. തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള റിലയൻസ് എന്നുള്ള ബ്രാൻഡ് ഹിറ്റായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്തതിന് ശേഷം എല്ലാവരും റിലയൻസ് അറിയപ്പെട്ടു. മെർലി മെൻട്രോ ഇതിൻ്റെ എസൻസ് സ്മെല്ല് ചെയ്തിട്ട് അവരുടെ ഒരു വീഡിയോ ഇപ്പോഴും നമുക്ക് കാണാം യൂട്യൂബിലൊക്കെ. അതിനുശേഷമാണ് ഈ ബ്രാൻഡ് വളരെയധികം ഹിറ്റായത്. അത് ഹിറ്റായതോടുകൂടി ശരിക്കും ഈ ഷനൽ എന്നുള്ള ബ്രാൻഡിനെ ഹിറ്റ് ആക്കിയതിൽ ഷനൽ 5ൻ്റെ ഈ ഒരു ഫ്രാഗ്രൻസ്, ഈ പ്രൊഡക്റ്റ് അന്നും ഉണ്ട്. 1921 പ്രൊഡക്റ്റ് ഇന്നും ഇതേപോലെ ഇതേ യുണീക്കായിട്ട് നിലനിൽക്കുന്നതാണ്. ഈ ഫ്രാഗ്രൻസ് വളരെ സർപ്രൈസിംഗ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതോടുകൂടി അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി അവർ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നോ? തീർച്ചയായിട്ടും അല്ല. അവർക്ക് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇത് എല്ലാം തുടങ്ങി നല്ല സമ്പന്നയൊക്കെ ആയി ഒരു ഘട്ടത്തിൽ അവരുടെ ഈ ഭർത്താവ് മരിച്ചു. ആ സമയത്ത് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അന്നേരം ആദ്യമായിട്ട് അവർ പൊട്ടിക്കരയുന്നത് ഈ സമയത്താണ് ജീവിതത്തിൽ. അത്രയും വലിയൊരു സ്ട്രഗിളിലായിപ്പോയി. ഒറ്റയ്ക്കാണ്, ഓൾറെഡി അനാഥയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാമ്രാജ്യം എല്ലാം കെട്ടിപ്പടുത്തു, നല്ല ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് മറ്റൊരു സ്ട്രഗിളും കൂടെ ഉണ്ടായി. വേൾഡ് വാർ 30s വേൾഡ് വാർ വരുന്നത്. നമ്മൾ 21 ഇത് ഈ ഫ്രാഗ്രൻസ് റിലീസ് ചെയ്യുന്നത്. 30s യൂറോപ്പിലെല്ലാം വാറുകളാണ്. 37 കൂടി വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. അത് 45 വരെ നീണ്ടുപോയി. അന്നേരം ഇവർ ഈ വലിയ എലീറ്റ് ക്ലാസ്സായിട്ട് നല്ല റിലേഷൻസ് ഉണ്ട്. ഇവർക്കെതിരെ കുറ്റാരോപണം, മീൻസ് ഫ്രാൻസിനെ ജർമ്മനി ആക്രമിക്കുന്ന ഒരു സമയമുണ്ട്. അന്നേരം ഇവർ ഫ്രഞ്ച് ചാരൻ എന്നൊക്കെ മുദ്ര കുത്തിയിട്ട് ഇവർക്കെതിരെ അറസ്റ്റും ഒരു ജയിലിലെല്ലാം പോയിട്ടുണ്ട്. തീർന്നില്ല. അന്നേരം സ്ട്രഗിള് അധികരിച്ചു. പക്ഷെ ഇവരുടെ ഈ കാലിബർ, ഇവരുടെ ഒരു ചാലഞ്ച്, ഇവർ ഇതെല്ലാം കഴിഞ്ഞ് ജയിലിൽ നിന്നൊക്കെ വന്ന് പിന്നെ രണ്ടാമത് ഇവർ ഈ ഷാനലിനെ ഇതെല്ലാം പൂട്ടി, ഓൾറെഡി ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു, ബ്രാൻഡിനെ നിർത്തി എല്ലാം. പക്ഷേ ഇവരെ ഉള്ളിലുള്ള ഈ ഒരു കഴിവ്, എബിലിറ്റി, അത് രണ്ടാമത് ഇവർ വേൾഡ് വാറിന് ശേഷം 45 ശേഷം രണ്ടാമത് ഷാനൽ എന്നുള്ള അതേ ബ്രാൻഡിൽ അവർ റീസ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഇത് ഈ സമയത്ത് ഇത് അമേരിക്കയിലും ഇന്ന് US ഏറ്റവും മോസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡുകളിൽ ഒന്ന് ഷനലാണ്. രണ്ടാം സ്ഥാനം ആണ് രസകരം, അത് ചൈനയാണ്. രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനമാണ് ഫ്രാൻസിനുള്ളൂ. ഫ്രാൻസിൽ ഈ സ്റ്റാർട്ട് ചെയ്ത ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും മോസ്റ്റ് സെല്ലേഴ്സ് അമേരിക്കയും, സെക്കൻഡ് പൊസിഷൻ ചൈനയും, തേർഡ് പൊസിഷൻ ഫ്രാൻസും. ഇപ്പോൾ അത് വേൾഡ് വൈഡ് 13 ബില്യൺ ടേൺ ഓവറുള്ള കമ്പനിയാണ്. അത്രയും വലിയ ഹ്യൂജസ്റ്റ്. നമുക്കൊക്കെ അറിയാം, ഒരു ബാഗ് നമുക്ക് കാണുമ്പോൾ ഷാനൽ, ഏത് ബ്രാൻഡിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കും ഷാനലിൻ്റെ ഈ ലോഗോ കാണുമ്പോൾ ഐഡിയ കിട്ടും. മീൻസ് ഇതിൻ്റെ ഈ UAE ഇതിൻ്റെ ഒരു വില 40,000 ദിർഹമാണ് ഒരു ബാഗിൻ്റെ വില. മീൻസ് ഒരു 8 ലക്ഷം 9 ലക്ഷം ഇന്ത്യൻ മണീസ് വരുന്ന ഒരു ബാഗിൻ്റെ വില. ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ വില വരുന്നത്. അതുകൊണ്ട് എത്ര നാൾ വരെ ഇവർ ജീവിച്ചിരുന്നു? അല്ലെ എന്തായാലും
അവർ മരിക്കുന്നത് 71 ഈ 71 അതോടുകൂടി ഇവർ വേൾഡ് ഫേമസ് ആയി, അത്രയും ഫേമസ് ഫിഗറായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് ഇവർ നേരിട്ട് സംവദിക്കുന്നു ഈ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വുമണായിട്ട് ഇവർ മാറി, വേൾഡിൽ അറിയപ്പെടുന്ന ഒരു വുമണായി മാറി. അവർ ഗവൺമെൻറ്റുമായിട്ട് നല്ല റിലേഷൻസായി, ഗവൺമെൻറ്റുകളുടെ ആയിട്ടുള്ള ഇടനില സംഭാഷണങ്ങൾക്ക് പോലും ഇവർ പലപ്പോഴും പോയിട്ടുണ്ട്. അത്രയും പവർഫുൾ സമ്പന്നയുമായി അതിന്റെ കൂടെ തന്നെ പവറും കിട്ടി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പം ഇവരുടെ കാലം കഴിഞ്ഞ ശേഷം ആർക്കാണ് ഇതിന്റെ ഒരു കൈമാറ്റം വന്നിരിക്കുന്നത്? ഈ ഒരു കമ്പനിയായി. അതിന്റെ രസം, ഇതിപ്പോ ഒരു ഇന്ത്യൻ വുമൺ ആണ്. ഷനൽ എന്ന് പറയുന്നത് ഒരു വുമണാണ്. ഇപ്പോൾ അതിൻ്റെ ലീന നായർ എന്ന് പറയുന്ന ഒരു വുമണാണ് ഇപ്പോൾ അതിൻ്റെ CEO. അവർക്ക് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അവർ മഹാരാഷ്ട്രക്കാരിയാണ്. അവർ ബ്രിട്ടീഷ് പാസ്പോർട്ടാണുള്ളത്. ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്, ഇന്ത്യക്കാരിയാണ്. ഇന്ത്യയിൽ പഠിച്ചു, മഹാരാഷ്ട്രയിൽ പഠിച്ചു, ബ്രിട്ടനിൽ ജോലി ചെയ്തു. ഇപ്പോൾ ഒരു ഇന്ത്യൻ ലേഡിയാണ് അതിൻ്റെ CEO. ശരിക്കും നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലെ, ഇത്രയും വലിയൊരു ബ്രാൻഡ്, ലോകം എമ്പാടും അറിഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാൻഡിന്റെ ഇപ്പോഴത്തെ മേധാവി ഒരു ഇന്ത്യൻ ആണെന്നുള്ളതിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്ത്രീകളിൽ ലോകം കണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് കൊക്കോ ഷാനൽ. ഇപ്പോഴും അതുപോലെ എന്റർപ്രണർ രംഗത്ത് സ്ത്രീകൾ ധാരാളം ഉണ്ട്. ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട്. ഇതിലെ മറ്റൊരു രസം എന്ന് വെച്ചാൽ ഈ ഷനലിൻ്റെ ഡ്രസ്സ് ഇവരുടെ ഡിസൈൻ, ഒരു ഡിസൈനർ ആയിരിക്കുമല്ലോ, അവർ ചെയ്ത ഇന്നും അവരുടെ സൈറ്റിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീമിലാണ് കാണാം. അവർ വളരെ സിമ്പിളായിട്ടുള്ള ഈ ബോട്ടലിൻ്റെ ഡിസൈൻ പോലും അന്ന് ചെയ്ത ഡിസൈനാണ്. 1921 ബോട്ടൽ ഡിസൈനാണ് ഇത് മാറ്റിയിട്ടില്ല. ഇതിന്റെ ഈ സ്ക്വയറി ഡിസൈൻ ഇത് അവിടെയുള്ള ഒരു സ്ട്രീറ്റിന്റെ ഡിസൈനാണ് ശരിക്കും. അവിടെ ഒരു അതിൽ നിന്ന് എലമെന്റ്സ് ബോട്ടിലിന് പോലും ഒരു സ്റ്റോറി പറയാനുണ്ടെന്നുള്ളതാണ്. സ്റ്റോറി പറയാനുണ്ട്. സിമ്പിൾ ഡിസൈനാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള സിമ്പിൾ ബോട്ടിൽ. ഈ സിമ്പിൾ ബോട്ടിലെല്ലാം കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് പോലും ഷനലാണ്. ശരിയാക്കി. ഇപ്പം നമ്മളുടെ ഒരു ഇന്ത്യൻ വനിതയാണത്, ഇന്ത്യൻ വനിത എന്ന് പറയാം നമുക്ക്. അവരുടെ പാസ്പോർട്ട് അവരുടെ വേരുകൾ ഇന്ത്യയിൽ തന്നെയാണ്. എന്നാലും ഒരുപാട് ഒരു ചെറിയൊരു പെർഫ്യൂം ബോട്ടിൽ അതെടുത്ത് വെച്ചിട്ട് ഇത്രയും മനോഹരമായ ഒരു സ്റ്റോറി, അതിന്റെ ഹിസ്റ്ററിയും പൊളിറ്റിക്സും എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവതരിപ്പിച്ചത് വളരെ നന്നായി. അതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, ഇത്രയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ. അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരു സ്ത്രീയെ അവൾ സ്വയം വിചാരിച്ചാലല്ലാതെ അവളെ തോൽപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ല അല്ലേ? അവൾക്ക് വിജയിക്കണമെന്നത് അവളുടെ ഒരു ആഗ്രഹം അവിടെ ഉള്ളിലുള്ളിടത്തോളം അവൾ വിജയിച്ചിരിക്കുക തന്നെ ചെയ്യും. ആർക്കും അവളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ, സ്ത്രീജനങ്ങൾ ഇപ്പം ബിസിനസ്സിലേക്കൊക്കെ വരുന്നുണ്ട്. ശരിക്കും അവർക്കൊക്കെ ഒരു മാർഗനിർദ്ദേശമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് ഇന്ന് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കട്ടെ, ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ട് പ്രയോജനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഈ ഒരു സുഗന്ധം ഭൂമി നിൽക്കുന്നിടത്തോളം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നന്ദി. താങ്ക് യു.